ചാലക്കുടി നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ചെയർമാന്റെ ചേംബറിലേക്ക് പ്രതിപക്ഷം ഇരച്ചെത്തി സാധന സാമഗ്രികൾ തല്ലിത്തകർത്തു. തെരുവുനായ ആക്രമണത്തിനെതിരായാണ് LDF ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലെത്തി പ്രതിഷേധിച്ചത്. ചാലക്കുടി നഗരസഭാ ഓഫീസിനു മുന്നിൽ കാവൽ നിന്നിരുന്ന പോലീസുകാരെ അവഗണിച്ചുകൊണ്ടാണ് LDF പ്രവർത്തകർ അകത്ത് പ്രവേശിച്ച് കസേരകളും ചെടിച്ചട്ടികളും തല്ലിത്തകർത്തത്. തുടർന്ന് ചെയർമാന്റെ ചേംബറിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. വെള്ളിയാഴ്ച കുട്ടികളടക്കം 12 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 10 പേർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വെട്ടുകടവ് ചിറമ്മൽ വീട്ടിൽ ജോബി, മേലൂർ പള്ളിപ്പുറം വീട്ടിൽ സീന ജോസഫ്, ചാലക്കുടി പുല്ലുപറമ്പിൽ വീട്ടിൽ ലിജി ബെന്നി, വെട്ടുകടവ് കൈതവളപ്പിൽ വീട്ടിൽ ശ്രുതിൻ 26 വയസ്സ്, ചാലക്കുടി തെക്കേപ്പറമ്പിൽ വീട്ടിൽ അഭിനന്ദവ് 13 വയസ്സ്, കൂടപ്പുഴ വടക്കൻ വീട്ടിൽ ഏഞ്ചൽ ബിജോ 13 വയസ്സ്, ചാലക്കുടി മാതിരപ്പള്ളി വീട്ടിൽ ജോയൽ സോജൻ 17 വയസ്സ്, ചാലക്കുടി പെല്ലിശ്ശേരി വീട്ടിൽ ഡേവിസ് 62 വയസ്സ്, ചാലക്കുടി കാട്ടൂപ്പറമ്പിൽ വീട്ടിൽ KS നന്ദിക എന്നിവർക്കാണ് പരിക്കേറ്റത്. നഗരസഭ 17-ാം വാർഡായ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് പിൻഭാഗവും പവർ ഹൗസ് റോഡ്, ജനതാ റോഡ് എന്നിവിടങ്ങളിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഒരു നായയാണ് എല്ലാവരെയും ആക്രമിച്ചത്. രാവിലെ മുതൽ തെരുവുനായ ആക്രമണം ഉണ്ടായെന്നും ഇത് സംബന്ധിച്ച് വാർഡ് കൗൺസിലറെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പരാതിയുണ്ട്. ഇതേ വാർഡിൽ തന്നെയാണ് 2 ആഴ്ച മുമ്പ് 7 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ഈ തെരുവുനായയ്ക്ക് പേയുള്ളതായി പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. മാർക്കറ്റിലും പരിസരങ്ങളിലും തെരുവുനായകൾ കൂട്ടമായി തമ്പടിക്കുന്നുണ്ട്. മാർക്കറ്റിലെത്തുന്നവരിൽ പലർക്കും ആക്രമണവും ഉണ്ടാവുന്നുണ്ട്. നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന ധർണ CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷത വഹിച്ചു. TP ജോണി, VJ ജോജി, CS സുരേഷ്, ബിജി സദാനന്ദൻ, ജോസ് പൈനാടത്ത് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.